सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. കഴിഞ്ഞ ക്ലാസ്സിൽ മാനവികത എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ വിശ്വം ജയാമ എന്ന കവിതയുടെ അർത്ഥം നോക്കി. ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അതിനു മുമ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു പദച്ഛേദ. പദച്ഛേദം എന്താണെന്ന് നോക്കാം. ശാന്തിരസ്തു, ശാന്തി പ്ലസ് അസ്തു സമം ശാന്തിരസ്തു. സദാ അസ്തു, സദാ പ്ലസ് അസ്തു സദാ അസ്തു എന്ന് പദച്ഛേദം കൊടുത്തിരിക്കുന്നു. ഇനി വിഗ്രഹം നോക്കാം. അജ്ഞതാന്ധ്യം. അജ്ഞതാന്ധ്യം എന്നിവിടെ ഈ കവിതയിൽ വരുന്നുണ്ട്. അതിൻ്റെ വിഗ്രഹം എങ്ങനെയാണ്? വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വിശദീകരിച്ച് പറയുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അജ്ഞതാന്ധ്യം എന്നുള്ളതിൻ്റെ വിശദീകരണം എന്താണ്? അന്ധസ്യ ഭാവഃ ആന്ധ്യം. അന്ധൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾ, കണ്ണ് കാണാത്തവൻ്റെ ഭാവം ആന്ധ്യം. അജ്ഞതാരൂപം ആന്ധ്യം അജ്ഞതാന്ധ്യം. അജ്ഞതാരൂപത്തിലുള്ള ആന്ധ്യം, അന്ധൻ്റെ ഭാവം, അതിനെ അജ്ഞതാന്ധ്യം എന്ന് പറയുന്നു. അതായത് അജ്ഞത കൊണ്ടുള്ള അന്ധകാരം എന്നർത്ഥം. അജ്ഞത കൊണ്ട് വന്നിട്ടുള്ള അന്ധൻ്റെ ഭാവം എന്നാണ് അജ്ഞതാന്ധ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി ഹീനചിന്ത അടുത്ത വാക്കാണ്. ഹീനചിന്ത, ഹീനചിന്ത, ഹീനമായിട്ടുള്ള ദുഷിച്ചതായിട്ടുള്ള ചിന്ത, അതിനെ ഹീനചിന്ത എന്ന് പറയുന്നു. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പഠന പ്രവർത്തനാനി. കവിതാം സംഘശഃ വ്യക്തിശശ്ച സതാളം ആലപതു. കവിതയെ സംഘശഃ ഗ്രൂപ്പായിട്ടും വ്യക്തിശശ്ച ഒറ്റയ്ക്കും സതാളം താളത്തോടുകൂടി പാടൂ. ആലപതു പാടൂ. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടൊക്കെ പാടുമ്പോൾ ശ്രദ്ധേയാംശഃ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉചിത താളഃ ഉചിതമായിട്ടുള്ള താളം വേണം. അക്ഷരസ്ഫുടത വേണം. ആശയാവബോധം വേണം. ചൊല്ലുമ്പോൾ ഈ ചൊല്ലുന്നതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതിൻ്റെ ബോധം വേണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇത് പാടിയതാണ്, ചൊല്ലിയതാണ്. രണ്ടാമത്തെ പഠന പ്രവർത്തനം പ്രശ്നാവലീം പരിശീല്യ ചർച്ചാം കൃത്വാ കവിതായാഹ ടിപ്പണീം ലിഖതു. പ്രശ്നാവലിയും പരിശീല്യ. ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചർച്ചാം കൃത്വ പരസ്പരം ചർച്ച ചെയ്തിട്ട് കവിതായാഹ ടിപ്പണിയും ലിഖതു. ഈ കവിതയുടെ ഒരു ടിപ്പണി, ഒരു നോട്ട്, ഈ കവിതയെ പറ്റിയിട്ട് ഒരു ചെറിയ നോട്ട് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ? വിശ്വം ജേതും ജീവനെ കേ ഗുണാഹ അപേക്ഷിതാഹ. വിശ്വത്തിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം? അതൊന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു സത്യം, ധർമ്മം, സാഹോദര്യം, മിത്രത ഇതൊക്കെ വേണം. സ്നേഹം. വയം കീദൃശ ചിന്താം വർജയാമഹ. നമ്മൾ എങ്ങനെയുള്ള ചിന്തയെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഹീനചിന്തയെ, നമ്മൾ ദുഷിച്ച ചിന്തയെ നമ്മൾ ഉപേക്ഷിക്കണം. വയം കഥം അഗ്രതഃ യാമഹ. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം? നമ്മൾ സൗഹാർദ്ദത്തോടുകൂടി മിത്രതാഭാവത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഈ ഒരു കവിതയ്ക്ക് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ ഇവിടെ പറയുന്നു. ശ്രദ്ധേയാംശഃ ഉചിതഃ ഭാഷാപ്രയോഗഃ. നല്ല ഭാഷ പ്രയോഗിക്കണം, ഉചിതമായിട്ടുള്ളത്. ഉചിത വാക്യരചന, ഉചിതമായിട്ടുള്ള വാക്യം എഴുതണം. ഉചിത ശൈലി, നല്ല ശൈലിയിൽ എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പണി, നോട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ മാതൃക കാണിക്കാം.
ഇതൊരു മാതൃക മാത്രമാണ്. നോട്ടിൻ്റെ വിശ്വം ജയാമ ഇതി കവിതായാം വിശ്വവിജയസ്യ മൂലഭൂതാഃ സദ്ഗുണാഃ സുന്ദരരീത്യാ പ്രതിപാദിതാഃ സന്തി. ഈ വിശ്വത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സദ്ഗുണങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു കവിതയിൽ പറയുന്നു. യുദ്ധം, ആതങ്കവാദഃ, അന്യാനി ച മനുഷ്യത്വരഹിതാനി കർമാണി പ്രതിദിനം വയം ശൃണുമഃ. യുദ്ധം, അതുപോലെ തീവ്രവാദം, പിന്നെ ഒരുപാട് ചെയ്യാൻ പാടാത്ത ദുഷ്കർമ്മങ്ങൾ ഒക്കെ ഈ ലോകത്ത് നടക്കുന്നതായിട്ട് നമ്മൾ ദിവസേന പത്രത്തിലൂടെയും ന്യൂസിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. നീചപ്രവൃത്തീൻ ഉന്മൂലനം കർത്തും ബാല്യേ ഏവ മൂല്യപ്രശിക്ഷണം ആവശ്യകം. അപ്പോൾ ഇങ്ങനെയുള്ള നീചപ്രവൃത്തികളെയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ നമ്മൾ ചില മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഏതാദൃശമൂല്യാൻ കവിതാമിമാം പ്രതിപാദയതി. ഇങ്ങനെയുള്ള മൂല്യങ്ങളെയാണ് ഈ കവിത പ്രതിപാദിക്കുന്നത്. സത്യം ധർമ്മഃ, സത്യധർമ്മ സമത്വാദീനാം മൂല്യാനാം ജ്ഞാനം അസ്മാസു അവശ്യം ഭവതി. സത്യം, ധർമ്മം, സമത്വം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളുടെയൊക്കെ ജ്ഞാനം നമ്മളിലുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളിലുണ്ട്. അതിനെ പോഷിപ്പിക്കണം ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ. നീതിബോധഃ, ദയാ, സ്നേഹഃ, സാഹോദര്യം, സൗഹാർദ്ദം ഇത്യാദീനി മാനവേ സന്തി ചേദേവ ജഗതി ശാന്തിഃ ഭവതി. നീതിബോധം, ദയ, സ്നേഹം, സാഹോദര്യം, സൗഹാർദ്ദം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ മനുഷ്യനിലുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ശാന്തി ഉണ്ടാവുകയുള്ളൂ. അതഃ വസുധൈവ കുടുംബകമിതി മഹാൻ സങ്കല്പഃ ഹൃദി സ്ഥാപയിതും ബാല്യേ ഏവ ധാർമ്മികമൂല്യയുക്താഃ ഭവേമ ഇത്യേതത് അത്യന്തമപേക്ഷിതം. അപ്പം അതുകൊണ്ട് തന്നെ വസുധൈവ കുടുംബകം, ഈ ഭൂമി തന്നെ എൻ്റെ കുടുംബമാണ് എന്നുള്ള മഹത്തായ സങ്കല്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുള്ളവരായിക്കൊണ്ട് തന്നെ വളരണം. ഇത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് അത്യന്താപേക്ഷിതമാണ്. തസ്മാത് സ്വാർത്ഥതാദ്വാരേണ അസ്മാസു ആഗതാഃ ശത്രുത, അസൂയ, അത്യാഗ്രഹാദയഃ വികാരാഃ ഉപേക്ഷണീയാഃ. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ശത്രുത, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഏവം സദ്വ്യക്തിത്വസഹിതസ്യൈവ വിശ്വം ജയിതും ശക്യത്തെ. ഇങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയ്ക്ക് മാത്രമേ ഈ ലോകത്തെ ജയിക്കാനായിട്ട് പറ്റുള്ളൂ. ലോകസ്നേഹയുക്തസ്യ പരോപകാര നിരതസ്യൈവ നിതരാം ജയഃ. ലോകത്തിനോട് സ്നേഹമുള്ളവനും പരോപകാരം, മറ്റുള്ളവന് ഉപകാരം ചെയ്യാൻ സന്നദ്ധനും ആയിട്ടുള്ളവനാണ് എപ്പോഴും ജയമുണ്ടാവുക എന്നിങ്ങനെ ഒരു ചെറിയ ടിപ്പണിയുടെ മാതൃക ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പഠന പ്രവർത്തനം. ഇനി മൂന്നാമത്തെ പഠന പ്രവർത്തനം എടുത്താൽ അധോ ദത്താനി പദാനി ഉപയുജ്യ കവിതാം പരിവർത്തയതു. അധോ ദത്താനി, താഴെ തന്നിരിക്കുന്ന പദാനി ഉപയുജ്യ, പദങ്ങൾ ഉപയോഗിച്ചിട്ട് കവിതാം പരിവർത്തയതു, കവിതയെ ഒന്ന് മാറ്റി എഴുതാൻ. താഴെ ബ്രാക്കറ്റിൽ 3 വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ വെച്ചിട്ട് ഈ കവിതയെ ഒന്ന് മാറ്റി എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് 3 വാക്കുകൾ? സ്നേഹബന്ധഃ, കീർത്തിഃ, സർവഥാ. സ്നേഹബന്ധം, കീർത്തി, സർവഥാ. സർവഥാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നർത്ഥം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാറ്റുക? ഇവിടെ കവിത എങ്ങനെയാണ്? ശാന്തിരസ്തു സദാസ്തു സുഹൃദോ നീതിബോധോ ജീവനെ സത്യധർമ്മ സമത്വസഹിതാഃ സന്തു സഹജാഃ സർവദാ. സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ സർവഥാ എന്നുള്ള വാക്കിനും എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. അപ്പോൾ സർവഥായിനെ ഈ സർവദായുടെ അവിടെ വയ്ക്കുക. ഇനി നീതിബോധ, ഇവിടെ 4 അക്ഷരങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ 4 അക്ഷരങ്ങളുള്ള സ്നേഹബന്ധ എന്നുള്ളതിനെ വയ്ക്കുക. ഇനി ശാന്തിഹി, ശാന്തിരസ്തു, ഇവിടെ ശാന്തിഹി എന്നുള്ളതിൻ്റെ 2 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ കീർത്തിഹി എന്ന വാക്ക് വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ ഈ കവിത എന്തായിട്ട് മാറും? കീർത്തിരസ്തു സദാസ്തു സുഹൃദോ
സ്നേഹബന്ധോ ജീവനേ സത്യധർമ്മ സമത്വസഹിതാഹ സന്തു സഹജാഹ സർവഥാ എന്നായിട്ട് മാറും. ഇനി അടുത്ത പഠന പ്രവർത്തനം നോക്കുകയാണെങ്കിൽ സമാനാശയയുക്താഹ കവിതാഹ സമാഹൃത്യ അവതാരയതു സംപുടം രചയതു. അതായത് ഇതേ ആശയം, ഇപ്പോൾ വിശ്വം ജയാമ എന്നുള്ള കവിതയുടെ ആശയം, അതിനോട് സമാനമായിട്ടുള്ള അതുപോലെയുള്ള ആശയമുള്ള വേറെ കവിതകളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അംശങ്ങളാണ് ഉചിത ആശയ, നല്ല ആശയം വേണം, ഉചിത സംപുടഘടന, ഉചിതം അവതരണം. അതായത് ഇവിടെ സംപുടം രചയിതു എന്നാണ് പറയുന്നത്. അതായത് കുറേ കവിതകളെ ശേഖരിച്ച് ഒരു കവിതാ സമാഹാരം പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ ഉചിത സംപുടഘടന എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്രമീകരിക്കണം ഈ കവിതകളെ. ഉചിതം അവതരണം, നല്ല രീതിയിൽ അവതരിപ്പിക്കണം. ഇതാണ് ഒരു പഠന പ്രവർത്തനം. ഇനി അടുത്ത പഠന പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ അധോദത്താനി വാക്യാനി പഠതു. അധോദത്താനി താഴെ തന്നിരിക്കുന്ന വാക്യാനി പഠതു, വാക്യങ്ങൾ വായിക്കൂ. സൂചനാനുസാരം പരിവർത്തയതു, സൂചന അനുസരിച്ച് മാറ്റി എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് വായിച്ച് സൂചന നോക്കിയിട്ട് ആ വാക്യങ്ങളെ, സെൻറ്റൻസുകളെ മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ഇതൊക്കെയാണ്. സുരേഷഃ ശ്ലോകം പഠതി, സുരേഷൻ ശ്ലോകം പഠിക്കുന്നു. ലത പാഠം ലിഖതി, ലത പാഠം എഴുതുന്നു. ജോസഫ് ചലനചിത്രം പശ്യതി, ജോസഫ് സിനിമ കാണുന്നു. റസിയ ഗീതം ഗായതി, റസിയ പാട്ടുപാടുന്നു. താര ജലം പിബതി, താര വെള്ളം കുടിക്കുന്നു. അരവിന്ദഃ വൃക്ഷം സിഞ്ചതി, അരവിന്ദൻ വൃക്ഷം നനയ്ക്കുന്നു. ഇത്രയും സെൻറ്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചന അനുസരിച്ച് ഈ സെൻറ്റൻസുകളെ മാറ്റി എഴുതണം. അപ്പോൾ എന്താണ് സൂചന നോക്കാം. സുരേഷഃ ശ്ലോകം പഠതി എന്ന ആദ്യത്തെ സെൻറ്റൻസ്, സുരേഷൻ ശ്ലോകം പഠിക്കുന്നു. അപ്പോൾ അതിനെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഹേ സുരേഷ ശ്ലോകം പഠതു. ഹേ സുരേഷ എന്ന് പറഞ്ഞാൽ സുരേഷനെ വിളിക്കുകയാണ്. അല്ലയോ സുരേഷ ശ്ലോകം പഠതു, ശ്ലോകത്തിനെ പഠിക്കൂ എന്ന് മാറ്റി എഴുതി. അതായത് ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെയായിരുന്നു? സുരേഷൻ ശ്ലോകം പഠിക്കുന്നു. അതിനെ മാറ്റി എഴുതിയത് എങ്ങനെയാണ്? ഹേ സുരേഷ ശ്ലോകം പഠിക്കൂ എന്നാക്കി എഴുതി. അപ്പോൾ അതുപോലെ നമ്മളിവിടെ എല്ലാ സെൻറ്റൻസിനെയും മാറ്റി എഴുതണം. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസാണ് ലത പാഠം ലിഖതി. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറയുക? അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹേ ലതേ പാഠം ലിഖതു എന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ലത പാഠം ലിഖതി എന്നുള്ള ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം ലത പാഠം എഴുതുന്നു. ഇനി ഹേ ലതേ പാഠം ലിഖതു എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലയോ ലതേ, ലതേ വിളിക്കുകയാണ്, ലതേ പാഠം എഴുതൂ എന്ന് പറയാണ്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാണ്. അപ്പോൾ ഈ സൂചന അനുസരിച്ച് നമുക്ക് എല്ലാത്തിനെയും മാറ്റാം. ജോസഫഹ ചലനചിത്രം പശ്യതി എന്നുള്ളതിനെ എങ്ങനെ മാറ്റും? ഹേ ജോസഫ് ചലനചിത്രം പശ്യതു എന്നാക്കണം. ഇനി അടുത്തത് റസിയ ഗീതം ഗായതി. അപ്പോൾ ജോസഫ് പുല്ലിംഗായതുകൊണ്ട് സുരേഷൻ്റെ പോലെ നമ്മൾ എഴുതി. ഇനി റസിയ ഗീതം ഗായതി, റസിയ പാട്ട് പാടുന്നു. റസിയ സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ ലതയുടെ പോലെ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതണം? ഹേ റസിയേ ഗീതം ഗായതു എന്ന് എഴുതണം. ഇനി താരാ ജലം പിബതി, താര വെള്ളം കുടിക്കുന്നു. അപ്പോൾ താര സ്ത്രീലിംഗമായതുകൊണ്ട് ലതയുടെ പോലെ തന്നെ എഴുതണം. എങ്ങനെ എഴുതാം? ഹേ താരേ ജലം പിബതു എന്ന് പറയണം. ഇനി അരവിന്ദഃ വൃക്ഷം സിഞ്ചതി, അരവിന്ദൻ വൃക്ഷം നനയ്ക്കുന്നു. അപ്പോൾ അരവിന്ദൻ പുല്ലിംഗാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷൻ്റെ പോലെ എഴുതണം. ഹേ അരവിന്ദ വൃക്ഷം സിഞ്ചതു എന്ന് എഴുതണം. ഇതാണ് പഠന പ്രവർത്തനം, ഈ പഠന പ്രവർത്തനം. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ
മഞ്ജൂഷായാം ദത്താനി പദാനി പഠതു. മഞ്ജൂഷായാം ഈ പെട്ടിയിൽ ദത്താനി പദാനി തന്നിട്ടുള്ള പദങ്ങൾ പഠതു വായിക്കൂ. സ്വജീവനെ കം ഗുണം ആർജയതി കം അവഗുണം ത്യജതി ഇതി ഉദാഹരണാനുസാരം ലിഖതു. അപ്പോൾ ഇവിടെ 2 പെട്ടികൾ തന്നിട്ടുണ്ട്. അതിലൊന്നിൽ ഗുണങ്ങളും ഒന്നിൽ അവഗുണങ്ങൾ, അതായത് ദോഷങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഗുണങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും ഏതൊക്കെ ദോഷങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണമെന്നും ഈ ഉദാഹരണം അനുസരിച്ച് എഴുതണം. ഇപ്പോൾ ഗുണാഹ, ഒന്നാമത്തെ പെട്ടിയിൽ ഗുണങ്ങൾ കൊടുത്തിരിക്കുന്നു. ക്ഷമ, ഉത്സാഹ, ധീരത, ധർമ്മ, സത്യസന്ധത, സഹിഷ്ണുത. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മലയാളത്തിലും ഇതൊക്കെ പറയാറുണ്ട്. ഇനി അവഗുണാഹ, ദോഷങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ പെട്ടിയിൽ കൊടുത്തിരിക്കുന്നത്? പരദൂഷണം, ഭയം, കോപ, അധർമ്മ, അസഹിഷ്ണുത, ആലസ്യം. ആലസ്യം എന്ന് പറഞ്ഞാൽ മടി. അപ്പോൾ ഇതൊക്കെ ദോഷങ്ങളാണ്. അപ്പോൾ ഉദാഹരണം അനുസരിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണം എന്താണ്? അഹം കോപം ത്യജാമി, സ്നേഹം ആർജയാമി എന്ന് എഴുതിയിരിക്കുന്നു. അതായത് അഹം, ഞാൻ, കോപം ത്യജാമി, കോപത്തെ, ദേഷ്യത്തെ ത്യജിക്കുന്നു. സ്നേഹം ആർജയാമി, സ്നേഹത്തിനെ സ്വീകരിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ് ഉദാഹരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഗുണങ്ങളും ഓരോ ദോഷങ്ങളും എടുത്തിട്ട് എഴുതണം. അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അഹം, അപ്പോൾ നമുക്ക് ക്ഷമ എടുക്കാം. ക്ഷമ എടുത്തു കഴിഞ്ഞാൽ അഹം ക്ഷമാം, ആദ്യം അവഗുണമാണ്, ദോഷമാണ്. അപ്പോൾ നമുക്ക് പരദൂഷണം എടുക്കാം. അപ്പോൾ അഹം പരദൂഷണം ത്യജാമി, ഞാൻ പരദൂഷണത്തെ ത്യജിക്കുന്നു. ക്ഷമാം ആർജയാമി, ക്ഷമയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഭയത്തെ എടുത്തു കഴിഞ്ഞാൽ അഹം ഭയം ത്യജാമി, ഞാൻ ഭയത്തിനെ ത്യജിക്കുന്നു. ധീരതാം ആർജയാമി, ധീരതയെ സ്വീകരിക്കുന്നു. ഇനി അടുത്തത് അധർമ്മം എടുത്തു കഴിഞ്ഞാൽ അഹം അധർമ്മം ത്യജാമി, ഞാൻ അധർമ്മത്തെ ത്യജിക്കുന്നു. ധർമ്മം ആർജയാമി, ധർമ്മത്തെ സ്വീകരിക്കുന്നു. ഇനി അടുത്തത് ആലസ്യത്തെ എടുത്തു കഴിഞ്ഞാൽ അഹം ആലസ്യം ത്യജാമി, ഉത്സാഹം ആർജയാമി എന്ന് പറയാം. ഞാൻ മടിയെ ത്യജിക്കുന്നു, ഉത്സാഹത്തെ സ്വീകരിക്കുന്നു. ഇനി പരദൂഷണം പറഞ്ഞു, ഭയം പറഞ്ഞു, കോപം പറഞ്ഞു, അധർമ്മം പറഞ്ഞു. ഇനി അസഹിഷ്ണുത എടുത്തു കഴിഞ്ഞാൽ അഹം അസഹിഷ്ണുതാം ത്യജാമി, സഹിഷ്ണുതാം ആർജയാമി, ഞാൻ അസഹിഷ്ണുതയെ ത്യജിക്കുന്നു, സഹിഷ്ണുതയെ സ്വീകരിക്കുന്നു എന്ന്. പിന്നെ ഇങ്ങനെയും പറയാം, ഭയവും സത്യസന്ധത എടുത്താൽ ഇങ്ങനെ പറയാം, അഹം ഭയം ത്യജാമി, ഞാൻ ഭയത്തിനെ ത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു. സത്യസന്ധതാം ആർജയാമി, സത്യസന്ധതയെ സ്വീകരിക്കുന്നു എന്നിങ്ങനെ പറയാം. ഇനി അനുബന്ധമായിട്ട് പറയാണ് ധാതുരൂപാണി, ധാതുരൂപങ്ങൾ. ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ക്രിയാപദത്തിനെയാണ് ഇവിടെ പറയുന്നത്. അസഭുവി, പരസ്മൈപതി ലോട്ട്. ലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ലോട്ട്. അപ്പോൾ അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, പ്രഥമപുരുഷൻ, മധ്യമപുരുഷൻ, ഉത്തമപുരുഷൻ കൊടുത്തിരിക്കുന്നു. അത് കാണാണ്ട് പഠിക്കേണ്ടതാണ്. അസ്തു, സ്താത്, സ്താം, സന്തു, ഏധി, സ്താത്, സ്തം, സ്ത, അസാനി, അസാവ, അസാമ എന്നിങ്ങനെ. ഇനി അമരകോശം കൊടുത്തിരിക്കുന്നു. ഒരു വാക്കിൻ്റെ തന്നെ പല പല ഒരേ അർത്ഥത്തിൽ വരുന്ന പല പല വാക്കുകൾ, അതാണ് ഈ അമരകോശത്തിൽ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ സഹജഹ, സഹജഹ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നല്ലേ അർത്ഥം. അപ്പോൾ അതിൻ്റെ അമരകോശം ഇങ്ങനെയാണ്. അമരകോശം എന്ന് പറഞ്ഞാൽ അമരസിംഹൻ എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയ ഗ്രന്ഥമാണ്. സമാനോദര്യ സോദര്യ സഗർഭ്യ സഹജാഹ സമാഹ എന്ന് പറയുന്നു. ഇനി ഹൃത്ത്, ഹൃദയം എന്നുള്ള അർത്ഥത്തിലുള്ള ഹൃത്ത്, അതിൻ്റെ പല പല വാക്കുകൾ, അതേ അർത്ഥത്തിൽ വരുന്ന പല പല വാക്കുകൾ കൊടുത്തിരിക്കുകയാണ്. ചിത്തം തു ചേതോ ഹൃദയം സ്വാന്തം ഹൃൻ മാനസം മനഃ എന്ന്. ചിത്തം ചേതഃ ഹൃദയം സ്വാന്തം ഹൃത് മാനസം മനഃ, ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണെന്നർത്ഥം. ഇനി ശബ്ദകോശം നോക്കുകയാണെങ്കിൽ ആദ്യം പദം, ടെക്സ്റ്റിലുള്ള പദം കൊടുത്തിരിക്കുന്നു പാഠഭാഗത്തുള്ളത്. രണ്ടാമത് അതിൻ്റെ സംസ്കൃതാർത്ഥം കൊടുത്തിരിക്കുന്നു. മൂന്നാമത് മലയാളാർത്ഥം കൊടുത്തിരിക്കുന്നു. അത് അതിൻ്റെ ക്രമത്തിൽ തന്നെ വായിക്കാം. അചിരാത് അവിളംബേന പെട്ടെന്ന്, അജ്ഞതാന്ധ്യം അജ്ഞാനാന്ധത അറിവില്ലായ്മയാകുന്ന അന്ധത, ഉപാസ്മഹേ ഉപാസനം കുർമഹേ ഞങ്ങൾ ഉപാസിക്കുന്നു, ജേതും വിജേതും ജയിക്കുവാൻ, ശാശ്വതം നിത്യം അനശ്വരമായി, സന്തതം സദാ നിത്യം എല്ലായ്പ്പോഴും, സംഹതി ഭാവന ഐക്യഭാവന സമൂഹഭാവന ഐക്യഭാവന, സഹജഃ സഹജാതഃ സോദരഃ സഹോദരൻ. ഇനി അധിഗതാഹ അംശാഹ, ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ നേടിയെടുത്തത് എന്തൊക്കെയാണ്? കവിതാം സതാളം ആലപത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? കവിതയെ താളത്തോടു കൂടി പാടി. നൂതന കവിതാം അലിഖത്, പുതിയ കവിതയെ കണ്ടുപിടിച്ച് എഴുതി എന്നാണ് പറയുന്നത്. പുതിയ കവിതയെ കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സംപുടം അലിഖത്, ഒരു സമാഹാരം എഴുതി. ക്രമത്തിൽ എഴുതി. സംബോധന രൂപാണി ഉപയുജ്യ വാക്യാനി അലിഖത്, നമ്മൾ പറഞ്ഞു ലതാ പാഠം പഠതി എന്ന് പറഞ്ഞതിന് ഹേ ലതേ പാഠം പഠതു എന്നിങ്ങനെ സംബോധന രൂപത്തിൽ വിളിച്ച് അങ്ങനെ ചെയ്യൂ എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതാൻ പഠിച്ചു. ലോട്ട് രൂപാണി അപഠത് അലിഖതിച്ച, ലോട്ട് രൂപങ്ങൾ പഠിച്ചു. നമ്മളിവിടെ പറഞ്ഞില്ലേ ലോട്ട്, അങ്ങനെ ഭവിക്കട്ടെ, അസ്തു അങ്ങനെയായി ഭവിക്കട്ടെ, സ്ഥാതു സ്ഥാം സന്തു ഇങ്ങനെയുള്ള രൂപങ്ങൾ പഠിച്ചു. ദ്വിതീയ വിഭക്ത്യന്ത പദാനി ഉപയുജ്യ വാക്യാനി അലിഖത്, ദ്വിതീയ വിഭക്ത്യന്ത പദങ്ങൾ നമ്മൾ, ദ്വിതീയ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ബാലശബ്ദമൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രഥമ എന്ന് പറയുന്നത് ബാലഹ ബാലൗ ബാലാഹ, ദ്വിതീയ എന്ന് പറയുന്നത് ബാലം ബാലൗ ബാലാൻ. അപ്പോൾ ബാലം എന്നുള്ളത് ദ്വിതീയ ഏകവചനമാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മളിവിടെ അഹം കോപം ത്യജാമി, കോപം കോപത്തെ, അത് ദ്വിതീയാണ്. സ്നേഹം സ്നേഹത്തെ അർച്ചയാമി, അതും ദ്വിതീയാണ്. അപ്പോൾ ദ്വിതീയ വിഭക്ത്യന്ത പദങ്ങൾ വെച്ച് വാക്യങ്ങൾ എഴുതാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു ഗീത, ഭഗവത്ഗീതയിലുള്ളൊരു വചനം കൊടുത്തിരിക്കുകയാണ്. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കൂട്ടത്തോട് സ്നേഹത്തോടു കൂടി ഇരിക്കുന്നവർക്ക് ശ്രേയസ്സുണ്ടാകും എന്ന് സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥമാണ്. ഇങ്ങനെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ഇവിടെ കഴിയാണ്. ധന്യവാദ.